ഒരു അതിജീവിതയെ ഇറക്കി ഇലക്ഷൻ ക്യാമ്പയിൻ പരിപാടി അല്ലെങ്കിൽ ഇലക്ഷൻ ക്യാമ്പയിൻ പരസ്യം ഇറക്കി രാത്രി അങ്ങോട്ട് പിന്നിട്ടില്ല, അപ്പോഴേക്കും മറ്റൊരു അതിജീവിതയെ തള്ളിക്കളഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ തനിക്കുണമാണ് പുറത്തു വന്നത്. ഈ തനിക്കുണത്തെ ശ്രീനാദേവി കുഞ്ഞമ്മ അടപടലം പൂട്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. KB ഗണേഷ് കുമാറിന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു കുടുംബ പ്രശ്നമായി മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഈ പ്രശ്നം ഉയർന്നു വന്ന ദിവസം തന്നെ തോന്നിയതാണ് എന്നും ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാഴിക്ക് 40 വട്ടം അതിജീവിതകൾക്കോടൊപ്പം അതിജീവിതകളെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതൊക്കെ അതിജീവിതകളെയാണ് ചേർത്ത് പിടിക്കുക എന്നുകൂടി ഒരു ബ്രാക്കറ്റിൽ ഇടേണ്ടതുണ്ട്. മറ്റ് പാർട്ടിയിലെ അതിജീവിതമാരെ ചേർത്ത് പിടിക്കില്ലേ? അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഭാര്യമാരായ അതിജീവിതമാരെ ചേർത്ത് പിടിക്കില്ലേ? അങ്ങനെയുള്ള ഒരു ഹാഷ്ടാഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എക്സ്ക്യൂസസ് ഉണ്ടെങ്കിൽ അതും കൂടി വ്യക്തമാക്കണമെന്ന് പറഞ്ഞു വെക്കുകയാണ് ശ്രീനാദേവി ഇവിടെ. മാത്രമല്ല, KB ഗണേഷ് കുമാർ ഈ ഒരു ആരോപണം ഉയർന്നു വന്ന അന്ന് തന്നെ ഒരു കമന്റ് പറഞ്ഞിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ കമന്റ് 5000-ഓളം പ്രണയം തനിക്ക് ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത്. ദയവായി പ്രണയം എന്ന പദം താങ്കൾ ഉപയോഗിക്കരുത് എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഇപ്പോൾ പറയുന്നത്. താങ്കൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന പദങ്ങൾ മറ്റു പലതുമാണ്. പ്രതിപക്ഷ MLA-ക്കെതിരെ ആണ് പരാതിയെങ്കിൽ പരാതിക്കാരോടാണ് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുകയും, ഭരണപക്ഷത്തെ മന്ത്രിക്കെതിരെയാണ് പരാതിയെങ്കിൽ മന്ത്രിയോട് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ഇടതുപക്ഷത്തിൻ്റെത്. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു പോലീസ് സ്റ്റേഷനായി പ്രവർത്തിക്കുന്ന ഇക്കാലത്ത് വീണ വിജയൻ ഒരു കോൺസ്റ്റബിൾ എങ്കിലും ആകേണ്ടതല്ലേ? എന്തായാലും ഈ ഒരു കോൺസ്റ്റബിൾ എങ്കിലും ആകേണ്ട സാഹചര്യത്തിൽ ശ്രീമതി ബിന്ദു മേനോന് മന്ത്രി പത്നിക്ക് നീതി ലഭിക്കേണ്ടതല്ലേ? പ്രതിപക്ഷ MLA-ക്കെതിരെ മറ്റൊരാളുടെ ഭാര്യ പരാതി നൽകിയപ്പോൾ ഒപ്പില്ലാതെ വിദേശത്തെ ഇമെയിൽ ലഭിച്ചപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പറന്നെത്തിയ പോലീസിന്റെ ചിറകരിഞ്ഞത് ആരാണ്? മറ്റൊരാളുടെ ഭാര്യ പരാതിക്കാരിയായാൽ നൽകുന്ന നീതി സ്വന്തം ഭാര്യയ്ക്ക് ഇല്ലേ? ഇടതുപക്ഷത്തിന്റെ സ്ത്രീപക്ഷ ധാർമ്മികത ഇരട്ടത്താപ്പ് തന്നെയാണ്. ഡബിൾ ഡാഡി സിൻഡ്രം എന്ന് നമുക്കിതിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എന്തായാലും ശ്രീനാദേവി കുഞ്ഞമ്മ അടപടലം ഗണേഷ് കുമാറിനെ പൂട്ടുകയാണ്, ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂട്ടുകയാണ്. ഇത് മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളാണോ? കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ പറഞ്ഞത് എന്റെ ചോര ആർക്കൊക്കെ വേണം പറഞ്ഞാൽ മതി, ഞാൻ കൈമുറിച്ചു തന്നേക്കാം എന്നാണ് പറയുന്നത്. അതായത് ഇതെല്ലാം ഒരു മാധ്യമ സൃഷ്ടിയായും എൻ്റെ ചോര കുടിക്കാൻ നിൽക്കുന്ന മാധ്യമങ്ങളാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണ് ഗണേഷ് കുമാർ ഇപ്പോൾ പിന്തുടർന്നു വരുന്നത്. മാത്രമല്ല, തൽക്കാലം പ്രതികരിക്കാൻ സാഹചര്യമില്ലാത്ത അല്ലെങ്കിൽ പ്രതികരിക്കാൻ തയ്യാറല്ലാത്ത ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞത് ഞാൻ ഇനി അധികം സൗഹൃദത്തിനില്ല, ഞാൻ അധികം ഇനി പ്രതികരിക്കുന്നില്ല എന്നാണ്. അതായത് ഇനി പ്രതികരിച്ചാൽ കിടന്ന് ഉരുളേണ്ട വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആദ്യ ദിവസം തന്നെ കിടന്ന് ഉരുണ്ട് മിഴുകിയ പണിയായ ഗണേഷ് കുമാറിനെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു പണി ഇനി ഇരുന്ന് വാങ്ങിക്കൊണ്ടിരിക്കാൻ തൽക്കാലം ഗണേഷ് കുമാർ തയ്യാറല്ല എന്നും കഴിഞ്ഞ ദിവസം മന്ത്രിസഭയിൽ രൂക്ഷമായ പ്രതികരണം അല്ലെങ്കിൽ രൂക്ഷമായ വിമർശനം ഗണേഷ് കുമാർ ഏറ്റുവാങ്ങി എന്നുമുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും AK സെന്ററിന്റെ ഷട്ടർ ഇടിയിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഒരു തരത്തിലുമുള്ള കമന്റുകളോ ഒരു തരത്തിലുമുള്ള അഭിപ്രായങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ പുറത്തു വരുന്നില്ല. ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ പൂരപ്പറമ്പ് തന്നെയായി മാറിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി LDF പുറത്തിറക്കിയ മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന മുദ്രാവാക്യത്തിന് പരിഹാസവുമായി യൂത്ത് കോൺഗ്രസ്. സർക്കാരിനെതിരെയും ഉള്ള അഴിമതി ആരോപണങ്ങൾ ആയുധമാക്കിയാണ് സോഷ്യൽ മീഡിയയിൽ യൂത്ത് കോൺഗ്രസ് ഈ മുദ്രാവാക്യത്തെ കടന്നാക്രമിക്കുന്നത്. കക്കാനും കൈയിട്ട് വാരാനും മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന കുറിപ്പോടെ LDF പോസ്റ്ററിന് മറുപടി പോസ്റ്ററുകൾ പങ്കുവച്ചാണ് പ്രതിപക്ഷത്തിന്റെ പരിഹാസം. 2016 എല്ലാം ശരിയാകും, 2021 ഉറപ്പാണ് LDF എന്നീ ഹിറ്റ് വാചകങ്ങൾ ശേഷം മൂന്നാം ഭരണത്തിനായി LDF അവതരിപ്പിച്ച വാചകത്തെയാണ് യൂത്ത് കോൺഗ്രസ് കടന്നാക്രമിക്കുന്നത്. കക്കുക മുക്കുക എന്ന ഹാഷ്ടാഗോടുകൂടിയാണ് ഇവരുടെ പ്രചാരണം. അതേസമയം തന്നെ സർക്കാർ ക്യാമ്പയിനുകൾ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്ന വിവിധ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയും PR പ്രചരണങ്ങളിലൂടെയും UDF പ്രചാരണം കൊഴുക്കുകയുമാണ്. അതിജീവിത അഭിനയിച്ച സെറ്റല്ലേ നമ്മൾ ഈ യാത്ര തുടരും എന്ന വീഡിയോയും റാപ്പർ വേടന്റെ കാത്തിരുന്ന കാലമേ എന്ന ഗാനവും ഒക്കെയായി വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാനാണ് LDF ശ്രമിക്കുന്നത്. സ്കൂളുകൾ, വാട്ടർ മെട്രോ, ക്ഷേമ പെൻഷൻ എന്നിവയാണ് ഇടതുപക്ഷത്തിന്റെ പ്രധാന പ്രചാരണ വിഷയങ്ങൾ.
പ്രചരണങ്ങൾ. ഭരണവിരുദ്ധ വികാരവും അഴിമതികളും ചർച്ചയാക്കാനാണ് UDF ശ്രമിക്കുന്നത്. LDFന്റെ പ്രചാരണ വാചകങ്ങളെ അഴിമതിയുമായി ബന്ധിപ്പിച്ചുള്ള ട്രോളുകളും പോസ്റ്ററുകളും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കി നിൽക്കെ മുദ്രാവാക്യങ്ങളെ ചൊല്ലിയുള്ള ഈ വാക്പോര് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ വടംവലി കടുപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ശ്രീരാദേവി കുഞ്ഞമ്മ ഗണേഷ് കുമാറിനെ ഉപ്പ് തേച്ച് വിട്ട ആ ഒരു വാചകങ്ങൾ അല്ലെങ്കിൽ ഉപ്പ് തേച്ച് വിട്ട നിമിഷങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതിപ്പോ ഇന്നത്തെ ദിവസം നടന്ന സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ്. ഇത് കേവലം ഒരു കുടുംബ പ്രശ്നമാക്കി മാറ്റി തീർക്കുമെന്നും ഇതിലെ രാഷ്ട്രീയപരമായിട്ട് ഒരു കോട്ടം പറ്റാത്ത രീതിയിൽ ഇടതുപക്ഷം ഇത് സെറ്റിൽ ചെയ്യുന്ന ഒരു ശൈലിയിലേക്ക് സഞ്ചരിക്കും എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഏതാണ്ട് ഉറപ്പുള്ളൊരു കാര്യമായി. ഇന്നലെ ഈ സമയം തന്നെ ഏതാണ്ട് ഉറപ്പായിരുന്നു ഇന്നത്തേക്ക് തന്നെ ഇന്ന് പകൽ തന്നെ ഇതെല്ലാം തന്നെ സെറ്റിലാക്കപ്പെടുന്ന ഒരു കാഴ്ചയിലേക്ക് പോകുമെന്ന്. പക്ഷെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിക്കുന്ന ധാർമ്മികത എന്താണ്, സ്ത്രീപക്ഷ നിലപാട് എന്താണ് എന്നുള്ള ചോദ്യമാണ് ഇവിടെ നിലയ്ക്കുന്നത്. ഇതൊരു രാഷ്ട്രീയപരമായ ചോദ്യമല്ല. നമുക്കൊക്കെയും രാഷ്ട്രീയപരമായിട്ട് ഉന്നയിക്കാൻ സാധിക്കുന്ന ഒരു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യമല്ല. മറിച്ച് ജനങ്ങൾക്ക് ധാർമ്മികമായി സാധാരണമായി സർവ്വസാധാരണമായി ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് എടുക്കുന്ന സ്ത്രീപക്ഷ നിലപാടിനെ ഈ വിഷയത്തിൽ എങ്ങനെയാണ് വിലയിരുത്താൻ സാധിക്കുക. ഒരായിക്ക് രാമാനം ഒരു രാജിയിലേക്ക് എത്തപ്പെടേണ്ടിയിരുന്ന ഒരു മന്ത്രിയെ ഒരു കുടുംബ പ്രശ്നം എന്നുള്ള നിലയിൽ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തെ, ഒരു ധാർമ്മിക പ്രശ്നത്തെ അങ്ങ് സെറ്റിൽ ചെയ്തുകൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് മുഖം രക്ഷിക്കാൻ എങ്ങനെയാണ് ഇടതുപക്ഷ ഗവൺമെന്റിന് സാധിക്കുക? നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, ഒരു അതിജീവതയെ അഭിനയിപ്പിച്ചുകൊണ്ട് ഒരു പരസ്യം പുറത്തിറക്കി അതൊരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷം ഇനിയും തുടരും എന്ന് ഒരു അതിജീവതയെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു വീഡിയോ പ്രചരണം നമ്മൾ LDFന്റേതായിട്ടുള്ളത് നമ്മൾ കണ്ടു. അപ്പോ ഈ ഗവൺമെന്റ് എല്ലാ കാലവും സ്ത്രീപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളിടത്തെല്ലാം തന്നെ സ്ത്രീകളെ വെപ്പനൈസ് ചെയ്യുക അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ടൂൾ ആയിട്ടോ അല്ലെങ്കിൽ ആയുധമായിട്ടോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാഴ്ച മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സ്ത്രീകൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണെങ്കിൽ, സ്ത്രീകൾക്ക് സംരക്ഷണവും നന്മയും ഒരു സമൂഹത്തിലോ നിലനിൽപ്പും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഭരണപക്ഷത്തിലെ ഒരു മന്ത്രിക്കെതിരെയാണോ പ്രതിപക്ഷത്തിലെ ഒരു MLAക്കെതിരെയാണോ ആർക്കെതിരെ ആകട്ടെ പരാതി വരുന്നത്, ആ പരാതികളെ ഒരേ ശൈലിയോടുകൂടി സ്വീകരിക്കും. അതിൽ എടുക്കുന്ന മറുപടികളും നടപടികളും ആ സ്ത്രീക്ക് നീതി ലഭിക്കുക എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും. പക്ഷെ ഇത് ഒരു സംസ്ഥാന മന്ത്രിയുടെ ഭാര്യ, അതും നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള കേസുകളിൽ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളിൽ നിരന്തരമായി സമൂഹത്തിന്റെ മുന്നിൽ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വസ്തുതാപരമായി തന്നെ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി KB ഗണേഷ് കുമാറിനെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് കേരളത്തിലെ ഒരു ഈ പറയുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകളും ഉൾപ്പെടെയുള്ള എല്ലാ 112 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പർ ഒരു വേണ്ടി എല്ലാവിധമായ സേവനങ്ങൾക്കുമായി ഇരിക്കുന്നു എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യം നിലനിൽക്കുന്ന കേരളത്തിന്റെ സ്പേസിൽ നിന്നൊരു മന്ത്രി തന്നെ ചോദിക്കുകയാണ് ആ നമ്പറിലേക്ക് വിളിക്കുന്നവർക്ക് വട്ടല്ലേ എന്ന്. അപ്പോ സാധാരണക്കാരായിട്ടുള്ളവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇത്തരം ടോൾ ഫ്രീ നമ്പറുകളിലേക്ക് വിളിക്കുന്നത് ശരിയായ ഒരു രീതി അല്ല എന്ന് പറയുന്ന സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ കൃത്യമായി എടുക്കുകയും അത് മാധ്യമങ്ങളോട് പറയുകയും അത്തരത്തിൽ നിലപാടുകൾ സ്വീകരിക്കുവാൻ എനിക്ക് എന്തുമാകാം എന്ന് പറയുന്ന ഒരു ശൈലിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു മന്ത്രിയാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ കണ്ടത്. അപ്പോ ഈ വിഷയത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് യാതൊരു തരത്തിലും സ്ത്രീപക്ഷമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. KB ഗണേഷ് കുമാറിന്റെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന കരയ്ക്കെടുക്കാത്ത കപ്പൽ എന്നോ മറ്റൊരു നോവൽ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ കപ്പിത്താൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആടി ഉലഞ്ഞ് ആകെ നാശമായിരിക്കുന്ന കപ്പൽ ആകെ പൊളിഞ്ഞ് വശം കെട്ട് കരയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇനി ഒരു ചക്രവാളത്തിന്റെ ദൂരത്തേക്ക് സഞ്ചരിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കേണ്ട ഒരു കാലഘട്ട ഒരു അവസ്ഥയിലേക്ക്, രാഷ്ട്രീയപരമായ ദുരവസ്ഥയിലേക്ക് ഇടതുപക്ഷ ഗവൺമെന്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏതു മേഖലയിലും ആകട്ടെ ഒരു ഗവൺമെന്റ് സ്വീകരിക്കേണ്ട ധാർമ്മികത എന്നുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നുണ്ട് നമ്മുടെ ജനങ്ങളുടെ സോഷ്യൽ വെൽഫെയർ ആയിരിക്കണം ഒരു ഗവൺമെന്റ് പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്തം എന്ന്. പക്ഷെ ഏതൊരു മേഖലയിലാണ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഗവൺമെന്റ് ഈ പറയുന്ന സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ സാമൂഹിക ക്ഷേമം അല്ലെങ്കിൽ ജനങ്ങളുടെ സംരക്ഷണം, വൾണറബിൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറയുന്ന എല്ലാവിധമായ സ്ത്രീകളും കുട്ടികളും വയോജനങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന സെക്ഷൻസിനെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നൊക്കെ എവിടെ പറയാനാണ് സാധിക്കുക? അപ്പോൾ അത്തരത്തിൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ചു കാലം 6-7 മാസക്കാലമായിട്ട് നമ്മൾ ഒരുപാട് തരത്തിൽ സ്ത്രീകൾ എങ്ങനെ സംരക്ഷിക്കപ്പെടണമെന്നുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സഹയാത്രികരുടെയും സ്ത്രീകളുടെയും ഇടതുപക്ഷത്തെ സ്ത്രീ സംരക്ഷകരായിട്ടുള്ളവരുടെയും ഒക്കെ ശബ്ദം ഇങ്ങനെ വാളുകളുടെ ഛണഛണധ്വാനം പോലെ നമ്മൾ ിക്കുന്നുണ്ട്. അവിടെയൊക്കെയും സ്ത്രീപക്ഷ നിലപാടുകൾ സ്വീകരിച്ച സ്ത്രീകൾ എവിടെ? ഇടതുപക്ഷത്തിന്റെ സഖാക്കൾ എവിടെ? നേതാക്കൾ എവിടെ? DYFഐയും SFഐയും എവിടെ? നിങ്ങളുടെ പ്രചരണങ്ങളും നിങ്ങളുടെ പ്രതിഷേധങ്ങളും ഒക്കെ എവിടെ? നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൂടെ നിങ്ങൾ കാട്ടിക്കൂട്ടിയ കോമാളിത്തരവും കോപ്രായവും ഒക്കെ ഇപ്പൊ ഇവിടെ പോയി. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ അത് മറുപടി പറയുവാനായിട്ട് DYFഐക്കോ SFഐക്കോ ഒന്നും സാധിക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. CPMനെ സംബന്ധിച്ച് രാഷ്ട്രീയവൽക്കരിക്കുവാനായി സ്ത്രീകളെ അവരുടെ പരാതിയും ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് ആശ്വാസകരമായും അങ്ങേയറ്റം ആഘോഷകരമായും ഉപയോഗപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക്
നിലപാടുകൾക്ക് ഈ നാട്ടിൽ സ്ത്രീപക്ഷ നിലപാടുകൾ സ്വീകരിക്കുവാൻ ത്രാണിയുള്ള ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ദൗർഭാഗ്യവശാൽ നിലനിൽപ്പില്ല. ഈ വിഷയം ധാർമ്മികമായി സ്വീകരിക്കേണ്ടിയിരുന്നത് രാജിവെപ്പിക്കുക, ഈ പറയുന്ന മന്ത്രി കെ വി ഗണേഷ് കുമാർ രാജിവെക്കണം എന്നുള്ളൊരു നിലപാടിലേക്ക് പോകേണ്ടിയിരുന്നു. അവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം എടുത്ത നിലപാട് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്നത്. അതല്ല, ഇന്നലെ തന്നെ പരാതി ലഭിക്കില്ല, ഇതിൽ സെറ്റിൽ ആക്കപ്പെട്ട ഒരു കുടുംബ പ്രശ്നമാണ് എന്ന് വളരെ വിഭ്രതിയോടുകൂടി സംസാരിക്കുന്ന കെ വി ഗണേഷ് കുമാറിന്റെ സ്റ്റാഫിലുള്ളവർ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ, രാഷ്ട്രീയ സുഹൃത്തുക്കളൊക്കെ വളരെ വിഹ്വലതയോടുകൂടി ഇത് പെട്ടെന്ന് അവസാനിക്കും, ഇതൊരു കുടുംബ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കുടുംബ പ്രശ്നമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട വിഷയമല്ല ഈ സംഭവിച്ചിരിക്കുന്നത്. കെ വി ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം, അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ സംഘടനാപരമായ ഇടപെടലുകൾ, സാമൂഹികപരമായിട്ട് ഒരു മന്ത്രിസഭയിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം, ഇതൊന്നും തന്നെ ഒരു നാട്ടിലെ സ്ത്രീകൾക്ക് അവരുടെ സംരക്ഷണത്തിന് എന്ത് സന്ദേശമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് കൊടുക്കാൻ സാധിക്കും?